നമസ്കാരം. ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. വിവാഹമോചന കേസിൽ ഭർത്താവിനെതിരെ ഭാര്യ ഉന്നയിച്ച ലൈംഗിക ബലഹീനത ആരോപണങ്ങൾ ന്യായമാണെന്നും അതിനെ മാനനഷ്ടത്തിന് കേസ് നൽകാനാകില്ല എന്നും ബോംബെ ഹൈക്കോടതി. ലൈംഗിക ബലഹീനത മൂലം ഭാര്യയോട് മാനസികമായി ക്രൂരത കാണിച്ചുവെന്ന് ഭാര്യ ആരോപിക്കുമ്പോൾ അത് പരിഗണിക്കാതിരിക്കാനാകില്ല എന്ന് കോടതിയുടെ നിരീക്ഷണം. അവഗണനയും വിസമ്മതവും കാണിക്കുന്നതിനായി ഒരു മെയിൻ്റനൻസ് ഹർജിയിൽ പോലും ഇത്തരം ആരോപണങ്ങൾ അപ്രസക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഭർത്താവ് സമർപ്പിച്ച മാനനഷ്ട പരാതിയിൽ കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഗ്രേറ്റർ മുംബൈയിലെ അഡീഷണൽ സെക്ഷൻ ജഡ്ജിയുടെ 2024 ഏപ്രിലെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഭാര്യയോ ഭാര്യപിതാവോ സഹോദരനും സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. വിവാഹമോചനത്തിനുള്ള അപേക്ഷയിലും ജീവനാംശത്തിനുള്ള അപേക്ഷയിലും FIRലും ഭാര്യ തന്റെ ലൈംഗിക ശേഷിയെക്കുറിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നായിരുന്നു ഭർത്താവിന്റെ ആരോപണം. 2023 ഏപ്രിൽ CRPC സെക്ഷൻ 203 പ്രകാരം ഭർത്താവിന്റെ പരാതി മജിസ്ട്രേറ്റ് തള്ളിക്കളഞ്ഞു. പരാതിക്കാരനെ സാക്ഷികളെ വിസ്തരിക്കാനുള്ള അവസരം നൽകിയിട്ടില്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ട് കേസ് പുനഃപരിശോധിക്കാനും അന്വേഷണം നടത്താനും സെക്ഷൻ കോടതി നിർദ്ദേശിച്ചു. ഇതിനെ ചോദ്യം ചെയ്താണ് ഭാര്യ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ആരോപണങ്ങൾ അനാവശ്യമാണെന്നും വിശ്വാസമില്ലായ്മയാണ് ഭാര്യ ഉന്നയിച്ചതെന്നും പൊതുരേഖയുടെ ഭാഗമായാൽ മാനനഷ്ടത്തിന് കാരണമാകുമെന്നും ഭർത്താവ് വാദിച്ചു. എന്നാൽ സെക്ഷൻ കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഭാര്യയുടെ ഹർജി അംഗീകരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തത്.